വിശദമായ വാർത്തകളിലേക്ക്. ബജറ്റിലെ പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ മറുപടി പറയും. വിദേശ സർവകലാശാല വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. CPI അടക്കം വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം വന്ന നിലപാടാകും ധനമന്ത്രി സ്വീകരിക്കുക. വ്യാപക വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സപ്ലൈകോയ്ക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ കമലേഷ് തെക്കേക്കാട് നമുക്ക് നൽകുന്നുണ്ട്. കമലേഷ്, ഇന്ന് ബജറ്റിൽ പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് മറുപടി പറയുകയാണ് നിയമസഭയിൽ. ഇതുപോലെ തന്നെ വിദേശ സർവകലാശാല വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ തന്നെ. ഇപ്പോൾ ഇതിലെല്ലാം വ്യക്തത വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് സഭയിൽ തന്നെ ഇതിനെപ്പറ്റി വ്യക്തത വരുത്തും. അതുപോലെ തന്നെ സപ്ലൈകോയുടെ വിഷയത്തിൽ കൂടുതൽ സഹായം പ്രഖ്യാപിക്കാനും ഒക്കെയുള്ള സാധ്യത ഇന്നുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, ഈ ബജറ്റിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒരു വിഷയമായി പ്രതിപക്ഷമടക്കം ഉയർത്തിക്കാട്ടിയിരുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സപ്ലൈകോ പ്രതിസന്ധിയും അടക്കമുള്ള കാര്യങ്ങളാണ്. ഈ ബജറ്റിൽ ഏറ്റവും കുറവ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ സിവിൽ സപ്ലൈസ് വകുപ്പിനാണ് എന്ന ഒരു പ്രത്യേക പരാമർശവും വിമർശനവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ വിഷയം അടിയന്തര പ്രമേയമായി അടക്കം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ, അതായത് LDF സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ അവശ്യ സാധനങ്ങൾ, അതായത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വിലയിൽ യാതൊരുവിധ വർധനവും ഉണ്ടാവില്ല എന്നുള്ളത്. അത് വളരെ മികച്ച ഒരു കാര്യമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സഭയിൽ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ആ നിലയിൽ ഈ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. 2 3 10 15 സാധനങ്ങൾ നൽകേണ്ടയിടത്ത് 2 3 സാധനങ്ങൾ മാത്രമാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യാൻ നിലവിൽ സാധിക്കുന്നത്. ആ നിലയിൽ സപ്ലൈകോ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഘട്ടത്തിൽ പോലും ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആവശ്യമായ പരിഗണന സപ്ലൈകോയ്ക്കും സിവിൽ സപ്ലൈസ് വകുപ്പിനും ലഭിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചത് സഭയിൽ. അതോടൊപ്പം തന്നെ LDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള CPIയും സമാനമായ വിമർശനം അവരുടെ പാർട്ടി യോഗങ്ങളിൽ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്കൊന്നും, അതായത് കൃഷി വകുപ്പിനും ഭക്ഷ്യവകുപ്പിനും ഒന്നും തന്നെ അർഹമായ പരിഗണന ബജറ്റിൽ ലഭിച്ചിട്ടില്ല എന്ന വിമർശനം അവരുടെ യോഗങ്ങളിലടക്കം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ഇവയെല്ലാം പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് നേരത്തെ LDF കൺവീനർ EP ജയരാജനും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ബജറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു ബജറ്റല്ല. സ്വാഭാവികമായും ഈ ബജറ്റിന്റെ പുറത്ത് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പൊതു ചർച്ച വരുന്നത് ഇതിൽ ആവശ്യമായ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിൽ അതുകൂടി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് നേരത്തെ LDF കൺവീനർ EP ജയരാജനും വ്യക്തമാക്കിയിരുന്നു. ആ നിലയിൽ തന്നെ ഈ പൊതു ചർച്ച കഴിഞ്ഞ 12-ാം തീയതി മുതൽ ഈ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിവിധ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം പരിഗണിക്കപ്പെടുമെന്ന് നേരത്തെ LDF കൺവീനർ വ്യക്തമാക്കിയിരുന്നു. ആ നിലയിൽ ഈ CPI മന്ത്രിമാരടക്കം ഉയർത്തിയിട്ടുള്ള പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള സപ്ലൈകോ വിഷയമടക്കം എല്ലാ വിഷയങ്ങളും സജീവമായി പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു മറുപടിയായിരിക്കും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഒരു ആക്ഷേപം ഉയർന്ന സ്ഥിതിക്ക് ആ വകുപ്പുകൾക്ക് കൂടുതലായി എന്തെങ്കിലും ഫണ്ട് അനുവദിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു പുനരാലോചന ഉണ്ടായേക്കും. അനുജ.